करते हैं। ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, അതിന്റെ പേര് പോലെ തന്നെ പല കാര്യങ്ങളുടെയും ഉൽപ്പത്തിയെ, തുടക്കത്തെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകം. उत्पत्ति का किताब जो है कई बातों की शुरुआत या उत्पत्ति के बारे में लिखा गया है और हमें समझाता है। ഒരുപക്ഷെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകം. शायद सबसे प्रारंभ में सबसे पहले लिखा हुआ किताब कहा जाए तो अय्यूब का किताब होगा। അബ്രഹാമിന്റെ കാലത്തിനും തൊട്ടു മുൻപ് അല്ലെങ്കിൽ സമകാലികരായി കണ്ടംപററി ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഇയ്യോബ്. शायद अब्राहम के जमाने में जीवित रहा होगा या अय्यूब, दोनों एक समान जीवन बिताते थे शायद। ചിലരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് പലരും പറയാറുണ്ട് ക്രിസ്തീയ മതം പാശ്ചാത്യ മതമാണ്. कुछ लोग इंडिया में इस प्रकार कहते हैं कि हमारा क्रिस्तीय मसीह विश्वास जो है ये पाश्चात्य विश्वास है, वहां से यहाँ आया है, പശ്ചിമി. പക്ഷേ സത്യത്തിൽ വേദപുസ്തകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈസ്റ്റിലാണ്. और मगर वास्तव में ये बात वचन जो लिखा गया मेन ये ईस्ट में लिखा गया, पूर्व में लिखा गया। യേശുക്രിസ്തു ജനിച്ചതും പൂർവേഷ്യയിലാണ്, ഈസ്റ്റേൺ ഏഷ്യയിൽ. यीशु मसीह का जन्म भी पूर्व एशिया में हुआ है। യേശു ഒരു പാശ്ചാത്യനല്ല, യേശു ഒരു വെസ്റ്റേൺ അല്ല, ഈസ്റ്റേൺ ആയ മനുഷ്യൻ. कोई पश्चिम में रहने वाला व्यक्ति नहीं था। यीशु का जन्म और यीशु जहाँ जीवन बिताया वो पूर्व में था। വേദപുസ്തകവും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈസ്റ്റ് ഏഷ്യയിലാണ്. और वचन भी केंद्रित है पूर्व एशिया के अंदर ही। ഏദനും കിഴക്കായിരുന്നു. एदन का बगीचा भी नॉर्थ ईस्ट में था। ഇന്നത് യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള ടർക്കിയിലാണ്. आज उसे आजकल के ज्योग्राफी में उसे टर्की में माना जाता है। വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നു അബ്രഹാമിന്റെ. अब्राहम को जो परमेश्वर ने चुन लिया वो सबसे बड़ा चयन था। He was also from East. वो भी पूर्व से ही था। യോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, താനും ഒരു പൂർവികനായിരുന്നു, ഈസ്റ്റേൺ. अय्यूब के बारे में भी यही ऐसा ही वचन कहता है कि वो पूर्व में रहने वाला व्यक्ति था। इसका वचन सुनो। सही बोला है? नहीं ना, तो अच्छे से सुनो। ഊസ് എന്ന് പറയുന്ന കിഴക്ക് ദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യൻ ജീവിച്ചു. उस देश में पूर्व में एक मनुष्य रहा करता था जिसका नाम अय्यूब था। അപ്പൊ ഇവരെല്ലാവരും പാശ്ചാത്യരല്ലായിരുന്നു, ഇവരൊക്കെ പറയുന്നത് പോലെ, പകരം പൂർവേഷ്യക്കാരായി. ये कोई भी व्यक्ति जो है वचन में कहा गया कोई भी पश्चिमी नहीं, बल्कि पूर्व में रहा करने वाले लोग थे। ഇനി ആരെങ്കിലും നിങ്ങളുടെ മതം അല്ലെങ്കിൽ നിങ്ങള് വെസ്റ്റേണിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തോണേ കേട്ടോ, അവർക്ക് അറിഞ്ഞുകൂടാത്തോ. अगर कोई व्यक्ति आपसे कहे कि आप लोग पश्चिम के धर्म को पालन करते हैं तो आपको कहेगा हमारा वचन और हमारे वचन में रहने वाले लोगों की सब पूर्व में रहा करते थे। ഞാൻ പലയിടത്തും സുവിശേഷം പറയാൻ പോയപ്പോൾ ഈ വാദവുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കാര്യം അവരോട് ചോദിച്ചു, യേശു ജനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? അത് എവിടെയാ? ലോകത്തിന്റെ ഏത് ദിശയിലാ? അവർക്ക് മറുപടി ഉണ്ടായിരുന്നു. और कई लोग जब मैं जहाँ प्रचार करने जाता हूँ मुझे कहते हैं कि मसीह धर्म जो है वो पश्चिम का धर्म है, तो मैं उनको पूछता हूँ कि यीशु मसीह कहाँ जन्म लिए, क्या ये आप जानते हैं? लोगों को ये भी पता नहीं होता कि यीशु मसीह का जन्म किस शहर में हुआ करता है। അപ്പോൾ അത്
നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വായിച്ച ഭാഗത്തേക്ക് വരാം. ये सिर्फ आपकी जानकारी के लिए ये बातों को मैंने आपको समझाया। तो आइए वचन में आते हैं। ഉൽപ്പത്തി പുസ്തകം മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതാണ്. 5 किताबें जो पहले प्रारंभ की लिखी है, ये मूसा ने लिखी है। ये मूसा के द्वारा रचा गया है। പഞ്ചഗ്രന്ഥങ്ങളിൽ, അതായത് ഉൽപ്പത്തി തൊട്ട് എവിടെ വരെ? വ്യവസ്ഥാ വിവരണം അല്ലെങ്കിൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങളെയാണ് പെന്റാറ്റുക് എന്ന് വിളിക്കുന്നത്. उत्पत्ति से व्यवस्था विवरण 5 किताबों को पेंटाटुक कहते हैं, जो मूसा ने लिखा हुआ। ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പലതിന്റെയും തുടക്കം കാണാം. इस उत्पत्ति में कई विषयों का प्रारंभ हम देख पाते हैं। അതിൽ നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗങ്ങൾ, വിശേഷിച്ച് 12-ാം അധ്യായം മുതൽ നാം കാണുന്നത് ഇസ്രായേൽ എന്ന ഒരു ജാതിയുടെ തുടക്കം. उत्पत्ति 12 से लेकर 24 तक हम देखते पाते हैं इस्राएल की जाति का प्रारंभ किस प्रकार से हुआ, उसका वर्णन है यहाँ पर। 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ മാനവജാതിയുടെ തുടക്കത്തെ കുറിച്ചാണ്. हम उत्पत्ति के पहले अध्याय से लेकर 12वें अध्याय तक मानव जाति का उत्पन्न कैसे हुआ, प्रारंभ कैसे हुआ, वो देख पाते हैं वचन में। 12-ാം അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ നാം കാണുന്നത് ഇസ്രായേൽ ജാതിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ്. और 12वें अध्याय से लेकर 50वां अध्याय तक देख पाते हैं कि इस्राएल की जाति का प्रारंभ किस प्रकार से वचन में हुआ है। അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. और उसमें सबसे खास बात है कि परमेश्वर ने किस प्रकार से उन लोगों का चयन किया करता। അതിൽ ഒന്നാമത്തെ കണ്ണിയാണ് അബ്രഹാം. और उस साखी का पहला गोल है अब्राहम। അബ്രഹാം ഒരു യഹൂദനായിരുന്നു? अब्राहम यहूदी था क्या? അല്ല. नहीं, वो यहूदी नहीं था। അതും ചിലരൊക്കെ പറയാറുണ്ട്, യഹൂദന്മാരോട് ദൈവത്തിന് ഭയങ്കര കരുതലാണ്, അവരെ മാത്രം തിരഞ്ഞെടുത്തത്. और अब्राहम यहूदी लोगों का खास संभालने वाला परमेश्वर है, यहूदी लोग को जानता है, इसके लिए अब्राहम को संभाला, ऐसा बोलते हैं। എന്നാൽ അബ്രഹാം യഹൂദനായിരുന്നില്ല. मगर वास्तव में अब्राहम यहूदी नहीं था। അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ഒരുവനായിരുന്നു. अन्य देवी देवताओं को पूछने वाला व्यक्ति था अब्राहम। അതുകൊണ്ടാണ് മോശയും യോശുവായും അവരോട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നദിക്ക് അക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവത്തെ വേണമെങ്കിൽ നിങ്ങൾ സേവിച്ചു. इसीलिए योशुआ उन्हें कहते हैं कि नदी के उस पार आपके पूर्वजों ने देवी देवताओं की आराधना की थी, आप भी उस प्रकार की देवी देवताओं की आराधना कर सकते हैं। മെസപ്പൊട്ടാമിയ എന്ന ഏൻഷ്യൻ സിവിലൈസേഷൻ വേദപുസ്തകവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കും. ये मेसोपोटामिया सिविलाइजेशन जो है वचन के आधार पर सही मायने में लगता है। മെസോപ്പൊട്ടാമിയുടെ അർത്ഥം ശരിയല്ലേ? मेसोपोटामिया का मतलब समझते हैं आप लोग? പൊട്ടാമോസ് അറിയായിരിക്കുമല്ലോ. पोटामोस कहा जाए तो क्या है? ഹിപ്പോപ്പൊട്ടാമസിനെ അറിയായിരിക്കുമല്ലോ. हिप्पोपोटामस तो आप लोग जानते ही होंगे, है ना? क्या है हिप्पोपोटामस? എവിടെ കിടക്കുന്നത്? എന്തുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നത്? എവിടെ അതിന്റെ താമസം? उसको ऐसा किस लिए बुलाते हैं, कहाँ पर रहता है? अक्सर വെള്ളത്തിൽ. पानी के अंदर रहता है। അപ്പം അതുമായി ഈ ഹിപ്പോപ്പൊട്ടാമസ് പേരൊക്കെ മെസപ്പൊട്ടാമിയിൽ നിന്ന് വന്നതാണ്. ये हिप्पोपोटामस नाम जो है ये उत्पन्न कहाँ से हुआ? ये मेसोपोटामिया नाम से उत्पन्न हुआ है। പൊട്ടാമോസ് നദികൾ. पोटामोस कहा जाए तो नदी या रिवर्स। മെസപ്പൊട്ടാമിയ means between the rivers. मेसोपोटामिया नाम है इसलिए दिया गया, वो 2 नदियों के बीच में बसा हुआ एक नगर था, शहर था। അപ്പം ഇതെല്ലാം വേദപുസ്തകത്തിൽ വേരുള്ള സംഗതികളാണ്. और ये सब का आधार हम वचन में देख पाते हैं। ഇനിയിപ്പോ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ പറയാന്നെങ്കിൽ ഓർത്തോണം കേട്ടോ. മെസപ്പൊട്ടാമിയ, പൊട്ടാമോസ്, ഹിപ്പോപ്പൊട്ടാമസ്
और अभी आगे जब हिप्पोपोटामस सुनेंगे और मेसोपोटामिया सुनेंगे, ये सब याद करना आप। അതുപോലെ അബ്രഹാം തുടങ്ങിയവരെ ഹീബ്രൂസ് എബ്രായർ എന്ന് വിളിക്കാറുണ്ട്. और अब्राहम से प्रारंभ आदिलों लोगों को हिब्रूस करके कहते हैं। അതിനും പറയുന്നത് the one who crossed the river, നദി കടന്നവൻ എന്നാണ് എബ്രായന്റെ അർത്ഥം. हिब्रू का मतलब ये होता है कि जो व्यक्ति नदी को पार करने वाला व्यक्ति को हिब्रू कहते हैं। അപ്പോൾ ദൈവം ഈ മെസൊപ്പൊട്ടാമിയക്കാരനായിരുന്ന അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നു. അവരിലൂടെ ഇസ്രായേൽ എന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കും. मेसोपोटामिया से इस व्यक्ति अब्राहम को परमेश्वर चयन कर अलग करता है और वहां से प्रारंभ होता है हिब्रू या यहूदी लोगों का, इस्राएलियों का। ദൈവത്തിന് യഹൂദനോടോ അബ്രഹാമിനോടോ പ്രത്യേക കരുണയൊന്നും തോന്നിയില്ല. अब्राहम से यहूदी लोगों से हिब्रू लोगों से कोई खास लगाव तो परमेश्वर का नहीं था। പക്ഷേ അവരുടെ തെരഞ്ഞെടുപ്പും നമുക്ക് വേണ്ടിയായിരുന്നു എന്ന കാര്യം മറക്കരുത്. मगर इस बात को याद करना कि परमेश्वर ने अब्राहम को चयन किया, वो ये दिखाने के लिए परमेश्वर ने आपको भी चयन किया है करके बताने के लिए। അതായത് യഹൂദന്റെ രൂപീകരണം ജാതികൾക്ക് വേണ്ടിയായിരുന്നു. इस्राएलियों को एक साथ बनाया ताकि जातियों को भी एक साथ परमेश्वर ला सकते हैं, वैसा बताने के लिए। മനസ്സിലായോ? അന്യജാതികളായ നമുക്ക് വേണ്ടിയാണ് ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ രൂപപ്പെടുത്തിയെടുത്തത്. जातियों को परमेश्वर एक साथ लाने के लिए उसके पहले परमेश्वर ने यहूदियों को एक साथ लाकर उसके सामने रखा। അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. अब्राहम को परमेश्वर ने चुन लिया, താൻ നിമിത്തം ഇസ്രായേലിനെയും. और उसके द्वारा इस्राएल को चुना परमेश्वर ने। എന്തായിരുന്നു ഈ തിരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം? ये उसका सबसे खास लक्ष्य क्या, किस तरह की क्या बात थी जो अब्राहम का चयन हुआ? അബ്രഹാമിനെയും ഇസ്രായേലിനെയും ഒക്കെ ദൈവം തിരഞ്ഞെടുത്ത അൾട്ടിമേറ്റ് പർപ്പസ്, ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? यहूदी लोगों या अब्राहम को चुनने में परमेश्वर की खासियत क्या, क्यों, क्या रीजन था परमेश्वर ने उन्हें चुना? या सबसे खास मकसद क्या? To present the Redeemer of the entire humanity into the world. ലോകത്തിലേക്ക് മുഴു ലോകത്തിന്റെയും വീണ്ടെടുപ്പുകാരനെ അയക്കുക, ക്രിസ്തുവിനെ തരിക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. उसका लक्ष्य यही था कि पूरी दुनिया को उद्धार करने के लिए उद्धार करता उसमें से उत्पन्न करना है। यही लक्ष्य से उसे अब्राहम को और यहूदी लोगों को चुन लिया गया था। അപ്പോൾ ജാതികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുവാനാണ് ദൈവം അബ്രഹാമിന് തുടങ്ങി യഹൂദനെ രൂപപ്പെടുത്തിയെടുത്തു. हम जो अन्य जाति के लोग थे दुनिया भर में, हम लोगों को बचाने के लिए एक उद्धारकर्ता का जन्म था। इसके लिए अब्राहम को चुना, उसके द्वारा इस्राएलियों को और उसमें से उत्पन्न कराया यीशु मसीह को, जो हमारे लिए पूरे धरती के अन्य जाति के लोगों के उद्धार का कारण बन गया। അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് നമുക്ക് വേണ്ടിയല്ലേ? तो फिर अब्राहम को चुन लिया गया, यहूदी लोगों को चुन लिया गया, ये किसके लिए था? ये हमारे लिए ही था। അവർക്ക് വേണ്ടിയായിരുന്നില്ല, നമുക്ക് വേണ്ടിയായിരുന്നു. ये उन लोगों के लिए ही नहीं था, बल्कि ये हमारे लिए था। പക്ഷെ അവരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ അവരെ അതിനുവേണ്ടി നിലനിർത്തുക എന്നത് ദൈവത്തിന് ആവശ്യമായി. ये लोगों को, यहूदी लोगों को अब्राहम को चुन लिया गया था। उन लोगों को खड़ा रखने के लिए परमेश्वर का निर्णय था कि परमेश्वर उन्हें संभालेंगे कर। മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് നാം റോമാലേഖനം 9, 10, 11 അധ്യായങ്ങളിൽ വായിക്കുന്നത്. रोमियो के 9वां अध्याय, 10वां अध्याय, 11वें अध्याय में हम देख पाते हैं खास। പ്രത്യേകിച്ച് നാം 9-ാമത്തെ
അധ്യായത്തിൽ യഹൂദന്റെ വിശേഷതകളെ കുറിച്ച് കാണും. 9वें अध्याय में खासकर यहूदियों की खूबियों के बारे में बताया गया है. പലതുണ്ട്, പക്ഷെ നമുക്ക് എന്നിടത്തേക്കും പോകാൻ പറ്റില്ല. അതിന്റെ 5ാമത്തെ വാക്യം മാത്രം വായിക്കാം. ज्यादा बातें लिखी गई है, मगर मैं संक्षिप्त में बताना चाहूंगा. उसके 5वें अध्याय में 5वें वचन में 9वां अध्याय 5वां वचन, रोमियो 9:5. ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. पूर्वज भी उन्हीं के हैं, मसीह भी शरीर से भाव से उन्हीं में से है. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജഡധാരണം നടന്നത് ഇസ്രായേലിൽ നിന്നുമാണ്, യഹൂദനിൽ നിന്നും. और मसीह ने अपना एक शरीर को स्वीकारा, वो यहूदी में से चुना. അപ്പോൾ അങ്ങനെ ആ ലക്ഷ്യത്തിനായിട്ടാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. उसी उद्देश्य से परमेश्वर ने अब्राहम को चयन किया. അബ്രഹാമിന് വളരെ വലിയ വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. परमेश्वर ने कई बड़ी प्रतिज्ञाएं अब्राहम को प्रस्तुत किए. അബ്രഹാമിന് കൊടുത്ത ചില വാഗ്ദത്തങ്ങൾ പറയാമോ? अब्राहम को दिया हुआ कई प्रतिज्ञाओं के बारे में आप क्या कह सकते हैं? ओके, और father of many nations. That most promise God gave to Abraham. सबसे बड़ा प्रतिज्ञा जो परमेश्वर ने अब्राहम को दिया वो कौन सा था? अच्छा, आसमान के तारों के समान मैं तुम्हें क्या दूंगा? बच्चे देंगे. हाँ, ठीक. तो सबसे बड़ा ഏറ്റവും വലിയ വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുത്തത് संततिയെ कुറിച്ചുള്ള വാക്ക്. सबसे बड़ा प्रतिज्ञा अब्राहम को दिया हुआ कि उसको संतान दिया जाएगा. This not even descendants in plural but singular, seed. कई बच्चे प्रदान करेंगे नहीं, बल्कि ये संतान आपको प्रदान होगा. ആരാണത്? वो संतान कौन है? 3:16 Galatians please. गलातियों 3:16. ഗലാത്യർ 3:16. प्रतिज्ञा अब्राहम को और उसके वंश को दी गई, और यह नहीं कहता मनुष्यों को, जैसे बहुतों के विषय में कहा, और जैसे एक के विषय में कि तेरे वंश को और मनुष्य है. കണ്ടോ, ദൈവം അബ്രഹാമിന് ഒത്തിരി വാഗ്ദത്തങ്ങൾ കൊടുത്തു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് संततिയുടെ വാഗ്ദത്തം. आप लोगों ने कहा वैसे कई प्रतिज्ञाएं परमेश्वर ने अब्राहम को दी, मगर सबसे उसने प्रतिज्ञा की कि मैं ये वंश प्रदान करूंगा. അത് ക്രിസ്തു ആയിരുന്നു എന്ന് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞു. और वो वंश मसीह यीशु है, वो पौलुस लेके बताता है हमको. ഇസ്മായേലോ ഇസഹാക്കോ ഒന്നും ആയിരുന്നില്ല, ആ വാഗ്ദത്ത സന്തതി ക്രിസ്തുവായി. वो प्रतिज्ञा का संतान जो है इस्माइल भी नहीं था, आइजक भी नहीं था, वो यीशु मसीह था. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. परमेश्वर ने अब्राहम को आशीष से भर दिया. And God made him a blessing. और परमेश्वर ने उसे एक आशीष का कारण भी बना दिया. മനസ്സിലായോ? He blessed Abraham, rather God made Abraham a blessing. अब परमेश्वर ने अब्राहम को आशीष किया और अब्राहम एक आशीष का कारण बन गया. ഇന്ന് ഒത്തിരി പ്രസംഗകരൊക്കെ ആ വാക്യങ്ങൾ എടുത്ത് നമ്മളെ എന്തുവാ പച്ചപ്പുൽപ്പുറങ്ങളിലൊക്കെ മേയാൻ കൊണ്ടുപോകാറുണ്ട്. और ऐसे हम लोगों को भी वचन देकर हम लोगों को कई अच्छे
तराई के जगह जमीन पे अच्छे घास वाले जगह पे हमें चराने के लिए ले जाते हैं पास्टर लोग। ഓർക്കണേ, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. अब्राहम को परमेश्वर ने आशीषित किया और उसे कहा कि तू एक अनुग्रह का कारण बनेगा। ആശിഷ് का कारण बनेगा. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അല്ലെ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. दुनिया के सारे वंशज है एक तेरे द्वारा आशीष को पाएंगे। എങ്ങനെ? ഏത് അനുഗ്രഹമാണത്? इस अनुग्रह के बारे में परमेश्वर यहाँ पर कह रहे हैं। സ്തോത്രം. That is about justification by faith. और ये अनुग्रह है हमको धर्मी ठहराना विश्वास के द्वारा। അതാണ് നാം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. गलातियों 3 का 6 वचन से लेकर हम ये बात को पढ़ सकते हैं। എടുത്തെങ്കിൽ വായിച്ചു. എളുപ്പം. गलातियों 3 का 6 से കണക്കിട്ടു എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് അത് ശ്രദ്ധിച്ചോണേ. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? സ്തോത്രം. ഏത് വിഷയത്തിലാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? इस विषय में अब्राहम से कहा कि दुनिया के सारे जातियां तेरे द्वारा आशीष को पाएंगे कहकर അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടതുപോലെ വിശ്വാസത്താലുള്ള നീതീകരണം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നതിനെയാണ് അവിടെ അർത്ഥമാക്കിയത്. क्योंकि अब्राहम ने परमेश्वर पर विश्वास कर परमेश्वर ने उसे धर्मी ठहराया, ठीक उसी के समान हम लोगों की परमेश्वर यीशु मसीह पर विश्वास करने से हम भी धर्मी ठहराए जाएंगे। അതിന്റെ 14-ാം വാക്യമാണെന്ന് വായിച്ചത്. उसका 14वां वचन जो पढ़े, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടത്. अब्राहम का आशीष जो है जाति अन्य जाति के लोगों के ऊपर आ जाने के लिए ഇന്ന് അന്യജാതികളായ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അല്ലാത്തവരായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം ഏത് അനുഗ്രഹമാണ്? അബ്രഹാമിന്റെ അനുഗ്രഹം. जो अन्य जाति के लोग हैं, अन्य जाति का मायने ये है जो यहूदी नहीं है, ऐसे लोगों को धर्मी ठहराया गया। इसका ये आशीष हमने किनके द्वारा पाया? ये अब्राहम के द्वारा हमने पाया। അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അവകാശികളാവുക എന്ന് പറയുന്നത് എന്തല്ല, ആടും മാടും വണ്ടി വള്ളവും ഒന്നും ലഭിക്കുന്നതല്ല. ये अब्राहम से कई आशीषों को पाएंगे, ये इसका मायने ये नहीं है कि हम बहुत सारे भेड़ बकरियां धन दौलत पाएंगे, बल्कि ये आशीष है कि विश्वास करने से आप धर्मी ठहराए जाएंगे। ഇന്നും പല പാസ്റ്റർമാരും പ്രസംഗിച്ച് ജനത്തെ വഞ്ചിക്കുന്നത് ഈ കാര്യം പറഞ്ഞുകൊണ്ട്. और आज के दिन में भी कई पासवान लोग इस बात को प्रचार कर लोगों को मूर्ख या फंसाते हैं कि वो कई प्रकार के धन दौलत आशीषों को पाएंगे। अन्यथा आशीष नहीं, ये आशीष नहीं है। आशीष सही मायने में ये है विश्वास कर आप धर्मी ठहराए जाएंगे। മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം ഭൗതികമല്ല. अब्राहम का आशीष जो है ये भौतिक नहीं है। 2, ഇറ്റ്സ് നോട്ട് വേൾഡ്ലി, ലൗകികമല്ല. ये कोई दुनिया के आशीषों के बारे में नहीं कह रहा। അബ്രഹാമിന്റെ അനുഗ്രഹം ടെമ്പറൽ, താൽക്കാലികമായുള്ള എന്തെങ്കിലും നന്മകളല്ല. और क्षण भर के लिए, कुछ समय के लिए परमेश्वर ने आपको दुनिया में आशीष देने के लिए भी नहीं कहा है। അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്തവർക്കുള്ള എന്തെങ്കിലും ലഭിക്കുന്നതല്ല. और बिना मसीह के परमेश्वर जीवन में कोई आशीषों को पाने के विषय में भी अब्राहम का आशीष नहीं कहा जाता था। മനസ്സിലാവുന്നുണ്ടോ?
ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. അബ്രഹാമിന്റെ അനുഗ്രഹം എന്തല്ലെന്ന്. अब्राहम का आशीष क्या नहीं है कहकर 4 बातों को मैंने आपको बताया। ഭൗതികമല്ല, वो पहला भौतिक नहीं है, ലൗകികമല്ല, कोई दुनिया का तत्काल काम का नहीं है, താൽക്കാലികമല്ല, वो कोई थोड़े समय के लिए आशीष नहीं है। वो മറ്റൊന്ന് യേശു ഇല്ലാത്തവരുടെ കയ്യിലുള്ളത് എന്തെങ്കിലും അല്ല. और जो मसीह यीशु में विश्वास नहीं करते ऐसे लोगों का आशीष जो है वो आप पाएंगे वैसा भी नहीं है। അത് മനസ്സിലായല്ലോ? ശരിയാണ്, മനസ്സിലായല്ലോ? ഇതൊന്നുമല്ല അബ്രഹാമിന്റെ അനുഗ്രഹം. ये कोई बातों को अब्राहम का आशीष कह नहीं सकते हैं हम। അങ്ങനെയുള്ള വഞ്ചനയിൽ നാം പെടരുത്. उस प्रकार के झूठ बातों में आप नहीं फंसना। എന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതിമാന്മാരായി നാം തീരുന്ന നമ്മെ ദൈവം പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ്. यीशु मसीह पर विश्वास करने से आप धर्मी ठहराए जाएंगे। यही बात जो है अब्राहम के आशीष हम पाए हैं। അതിനുവേണ്ടിയാണ് നമ്മെ അങ്ങനെ യേശുവിലൂടെ നീതീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. अब्राहम को चयन इसीलिए किया ताकि हम लोग जो है अन्य जाति के लोग यीशु मसीह पर विश्वास कर धार्मिकता पाए और यीशु हमें स्वर्ग ले जाने के लिए परमेश्वर ने ये कार्य किया है। ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? इतने बातों को आप समझ चुके होंगे। ഇനിയും 24-ാം അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. 24वां अध्याय उत्पत्ति 24 का अध्याय में से एक बात बताकर मैं समाप्त करूंगा। അബ്രഹാം ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. अब्राहम अब जो है वृद्ध अवस्था में पहुंच गया തന്റെ ഭാര്യ സാറ മരിച്ചു. और उनकी पत्नी सारा भी मर चुकी है। ദൈവത്തിന്റെ വാഗ്ദത്തത്തിൻ അക്ഷരീയമായ പൂർത്തീകരണം ആയ സംഗതി ഇസഹാക്ക് കല്യാണപ്രായമായി. और उनका वादा किया हुआ पुत्र आइसक का जन्म हो गया और अब बड़ा हो गया, शादी का उम्र का हो गया है। മനസ്സിലായോ? അബ്രഹാം വൃദ്ധനായി, ഭാര്യ സാറ മരിച്ചു, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ഏതാണ്ട് 40 വയസ്സോളമായി വിവാഹപ്രായമായി. सारा मर गई, अब्राहम वृद्ध हो गया, आइजक कम से कम 40 साल का उम्र हो गया और शादी का उम्र हो गया है। അബ്രഹാം ഇസഹാക്കുമായിട്ട് ഇപ്പോൾ താമസിക്കുന്നത് സ്വന്തം നാട്ടിലല്ല, ദൈവം വിളിച്ചിറക്കി യാത്രയാക്കിയ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ കനാൻ നാട്ടിലാണ്. अब्राहम और आइजक जो अभी जीवन बिताते हैं वो अपने देश में नहीं, वहां से निकाल कर ले आए, वादा करे और देश आपको प्रदान होगा, तो ऐसा कनान देश में दोनों रहा करते थे। അബ്രഹാം ഷേമിന്റെ തലമുറയിൽപ്പെട്ടയാളാണ്. अब्राहम शेम के घराने में पैदा हुआ व्यक्ति है। എന്നാൽ അബ്രഹാം ഇപ്പോൾ താമസിക്കുന്ന കനാൻ ഹാമിന്റെ തലമുറയിൽ. मगर अब जिनके बीच में अब्राहम और आइजक बसता है वो हाम के जाति के लोग के बीच में बसता है। രണ്ടുപേരും നോഹയുടെ മക്കളാണ്. ये दोनों नूह के संतान हैं। ഷേം, ഹാം, യാഫേത്ത്. शेम, हाम और जाफेत ये नूह के संतान हैं 3। അതിൽ ഹാമിനെയും തലമുറകളെയും അബ്രഹാം നോഹ ശപിച്ചതാണ്. हाम और उसके परिवार के लोगों को नूह ने शापित किया है। ആ ശപിക്കപ്പെട്ടവരുടെ ഇടയിലാണ് ഇപ്പോൾ അബ്രഹാം. वो नूह के द्वारा शापित लोगों के बीच में बसते हैं अब्राहम और आइजक। अभी അബ്രഹാമിന് ഒരു ബോധ്യമുണ്ട് തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. अब्राहम खास मकसद है उनका, उनके लिए किस प्रकार का चयन करना है कर അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അബ്രഹാമിന് നല്ല ബോധ്യമുണ്ട്. अब्राहम अच्छी तरह जानता है परमेश्वर ने उसे क्यों चुन लिया गया है कर। നമുക്കും നാം എവിടെ പാർത്താലും ഒരു ബോധ്യം വേണം. We are chosen by God. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. हम किसी भी प्रकार के लोग के बीच में रहते हो, किसी भी समाज में हो, मगर इस बात का साफ मन रहना होता है कि परमेश्वर ने हमारा चयन किस लिए किया है
और परमेश्वर हमें कहाँ ले जाने वाले हैं करकर। നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കില്ല. हमारे अगल बगल में रहने वाले परमेश्वर के द्वारा चुने हुए शायद लोग नहीं होंगे। മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടും നാം പാർക്കുന്നത് ചിലപ്പോൾ കനാൻ നാട്ടിലാകാം. शायद हमारे अगल बगल में रहने वाले लोग अब्राहम के समान अगल बगल में कनानी लोग रहते थे, वैसे कनानी के बीच में आप शायद रहते होंगे। ചിലപ്പോൾ യോസേഫിനെ പോലെ മിസ്രൈമിലാകാം. शायद यूसुफ के समान मिस्र देश में रहा करते होंगे। ചിലപ്പോൾ ദാനിയേലിനെയും കൂട്ടരെയും പോലെ ബാബിലോണിലാകാം. दानियल और उसके फ्रेंड्स के समान बाबिलोन में शायद आप रहते होंगे। നാം എവിടെ പാർത്താലും ഒരു കാര്യം ഓർത്തോണം, നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. हम किसी के बीच में भी रहते होंगे, ये बात ध्यान रखिए कि हमें परमेश्वर ने हमें चुन लिया गया है। നിങ്ങളുടെ സ്കൂളിൽ, ഫ്രണ്ട് സർക്കിളിൽ, ഹോസ്റ്റലിൽ, കോളേജിൽ, ക്യാമ്പസിൽ ഒക്കെ നിങ്ങൾ പാർക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ നിങ്ങൾ ഒറ്റയ്ക്കൊരാളെ കാണും. എന്നാലും ഓർത്തോണം, യു ആർ എ ചോസൻ വൺ. आप लोग स्कूल में हो, कॉलेज में हो, हॉस्टल में हो, अलग अलग स्थान में काम करने वाले लोग हो, वहां सब ये बात का याद रखना चाहिए कि परमेश्वर ने आपको चुन रखा है। शायद आप अकेले हो, तब भी एक अलगपन का जीवन आपका उनके बीच में भी होना चाहिए। You are chosen, you have some special privileges, of course. आप लोग को चुन लिया गया है, इसका मतलब खास चयन आपको, सामर्थ्य आपको परमेश्वर ने प्रदान किया है। Also, you have some obligations. और कई जिम्मेदारियां भी परमेश्वर ने इस चयन के साथ आपको दे रखा है। നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് ചില പദവികൾ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. और आपको चुना है कि परमेश्वर ने कुछ पदवियां भी परमेश्वर आपको प्रदान करेंगे। എന്നാൽ ആ പദവികൾ എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ മാത്രമല്ല, ചില കടമകൾ, ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിർവഹിക്കാനും. परमेश्वर के चयन के द्वारा कई पदवियां भी प्राप्त है। उस पदवियों के आनंद में होकर लेते नहीं, बल्कि कुछ जिम्मेदारियां भी है। परमेश्वर ने उस पदवी के द्वारा उस जिम्मेदारियों की पूर्तिकरण भी आपको करना है। അബ്രഹാം ഇവിടെ ബോധ്യമുള്ളവനാണ്, ദൈവം എന്നെ എന്റെ സ്വജാതിക്കാർക്കിടയിൽ നിന്ന് ദൈവത്തിനായിട്ട് തെരഞ്ഞെടുത്തു. परमेश्वर ने उसे चुना है और अन्य जातियों के बीच में बसाया है। परमेश्वर का कुछ उद्देश्य है, उसको पूरा करने के लिए वो हमेशा तैयार बैठा था। ഇപ്പോൾ മകന്റെ കല്യാണം വന്നു. अब उनके बेटे का विवाह का समय आ गया है। താൻ പാർക്കുന്ന ചുറ്റുപാടുള്ള ധാരാളം നല്ല സൗന്ദര്യമുള്ള പണമുള്ള യുവതികളുണ്ട്. उनके अगल बगल में रहने वाले कनानी में कई सुंदर, खूबसूरत और अच्छे धन दौलत वाली लड़कियां होंगी उनके बीच में। പക്ഷേ അബ്രഹാം തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് എലയാസരോട് പറയുന്നു, നീ എന്നോട് സത്യം ചെയ്യുക, ഇവരുടെ ഇടയിൽ നിന്ന് എന്റെ മകന് ഒരു വിവാഹം നീ ആലോചിക്കില്ല. क्योंकि अब्राहम अच्छी तरह जानता है कि परमेश्वर ने उसे चयन किया है, अलग किया है, तो इसीलिए वो एलियाजर को बुला कर सकता है कि तू एक प्रतिज्ञा दे, ताकि तू कोई भी लड़की को कनानियों में से नहीं लेगा, बल्कि अन्य मेरे पुराने देश में जाकर वहां से एक लड़की ले आएगा इसहाक के लिए। എന്റെ പിതൃഭവനത്തിൽ നിന്നൊരു പെൺകുട്ടി എടുക്കും. मेरे और पैतृक घर से जाकर मेरे आइजक के लिए एक बेटी बहू ले आएगा। ശേമ്യ കുടുംബത്തിൽ നിന്ന്, शेम के घराने में से एक लड़की ले आएगा। എബ്രായ കുടുംബത്തിൽ നിന്ന്, इस्राएलियों के परिवार से एक लड़की ले आएगा। അതിനുവേണ്ടി എലയാസർ പോകും. और वो लड़की का चयन करने के लिए एलियाजर जाता है। എന്നാൽ എലയാസർ ചോദിക്കുന്നു, പെൺകുട്ടിക്ക് എന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ മനസ്സില്ലെങ്കിലോ? और एलियाजर पूछता है कि मैं लड़की पसंद किया उधर से जाकर आपके बेटे के लिए, और मैं कहा कहूँ यहाँ आ जा, तो लड़की मना करे तो मैं क्या करूंगा? പക്ഷെ അബ്രഹാമിന് ഉറപ്പുണ്ട്, എന്നെ അവിടെ നിന്നും തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവം ആ തെരഞ്ഞെടുപ്പ് എന്റെ തലമുറകളിലേക്ക് വരുത്തുവാൻ തീർച്ചയായും എന്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ അവിടെ നിന്നും കരുതിക്കൊള്ളും. क्योंकि अब्राहम को अपने पैतृक घर से दूर किया हुआ और जातियों के बीच में एक अन्य जाति का कर अब्राहम रहा करता था, वो जानता था कि वो अकेला नहीं रहेगा, उसका बेटा को भी वैसा ही रहना है,
तो उसके लिए वहां से लड़की ले आने पर वो लड़की कभी मना नहीं करेगी कि मैं नहीं आऊंगी कहकर। പ്രിയരെ, എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ നമ്മെ നിലനിർത്തുവാൻ എന്തൊക്കെ വേണമോ അതെല്ലാം ദൈവം സമയാസമയങ്ങളിൽ ചെയ്തു തരും. और परमेश्वर ने यदि आपको चुन लिया है और वहां से अलग रखा है, तो परमेश्वर आपको उस अवस्था में अन्य रहने के लिए क्या क्या आवश्यकताएं है आपको, और आपको परमेश्वर सब कुछ वो प्रदान करेगा ताकि आप दुनिया से अलग रहते रहे। അന്യജാതികളുടെ ഇടയിൽ നിന്നും രക്ഷിക്കപ്പെട്ടാൽ കല്യാണമാണ് ഒരു പ്രധാന വിഷയം. अगर हम उद्धार को पाए, सबसे बड़ा प्रश्न आता है कि हमको शादी के लिए लड़की कौन देगा। എന്നാൽ അബ്രഹാമിന്റെ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ തയ്യാറായാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടതെല്ലാം തരാൻ ദൈവവും തയ്യാറാണ്. उस अब्राहम के इतिहास के साथ हमको ये बताता है कि आपको अगर परमेश्वर ने चयन किया है, अलग किया है, तो आपको भी परमेश्वर जो आवश्यकताएं आपको तो अलगपन में रहने के लिए चाहिए, परमेश्वर वो सब कुछ आपको प्रदान करेगा। മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ रहे हैं बात को? ആ തെരഞ്ഞെടുപ്പിന്റെ വേർപാട് സൂക്ഷിപ്പാൻ അബ്രഹാം ഒരുക്കമായിരുന്നു. वो चयन किया अलगपन में रहने के लिए परमेश्वर अब्राहम ने निर्णय बना दिया था। അവൻ പറയുന്നു, എന്റെ മകനെ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്, ഞങ്ങൾ വിട്ടിട്ട് വന്ന ദേശത്തേക്ക് എന്റെ മകനെ കൊണ്ടുപോകരുത്. मैं वहां से आया हूँ यहाँ पर वापस ले जाने के लिए, वो कहता है तो आइसर को वहां ले जाने के लिए मैं कभी नहीं करूंगा आपको। രണ്ട് പ്രധാന കാര്യങ്ങൾ അബ്രഹാം പറയുന്നു. वहां पर दो बातें, खास बातें अब्राहम कहता है। ഒന്ന്, ഈ കനാന്യരുടെ ഇടയിൽ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ എടുക്കരുത്. पहला कहता है कि हमारे बीच कनान के बीच में रहता है, वहां से कोई भी लड़की का चयन नहीं करना। രണ്ട്, ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന നാട്ടിലേക്ക് എന്റെ മകനെ തിരിച്ചു കൊണ്ടുപോകരുത്. और जहां से हम आए हैं वहां पर आइसर को वापस नहीं ले जाना। ഇത് രണ്ട് കാര്യങ്ങളും ഞാനും നിങ്ങളും നമ്മുടെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചെയ്യാം. हम और आप हमारे जीवन के चयन के बारे में हमने ये दो बात को खास ध्यान रखना है। സാമൂഹിക ശാരീരിക ആവശ്യങ്ങളുടെ ഒക്കെ മുൻപിലും നാം ഈ വിഷയങ്ങളിൽ തീരുമാനമുള്ളവരായിരിക്കും. सामूहिक तरीके से, व्यक्तिगत तरीके से कभी भी आपके जीवन में जब चयन करने की अवस्था आए तो ये दो बातों को आप खास ध्यान रखिए। നാം വിട്ടിട്ട് പോകുന്നതിലേക്ക് തിരികെ പോകും. आपने जिस बात को छोड़ रखा है उस बात में वापस लौटने का अवसर रहा है। മനസ്സിലായോ? क्या बात समझ रहे हैं? Never ever return to the very place but or where we left from. നാം വിട്ടിടത്തേക്ക് ഒരിക്കലും മടങ്ങിപ്പോകരുത്, ഉപേക്ഷിച്ചത് തിരഞ്ഞെടുക്കരുത്. हम जिन बातों को छोड़ चुके हैं, त्याग चुके हैं, जिन अवस्थाओं को छोड़े हैं, उस अवस्था में वापस लौटने के लिए कभी आपके जीवन में मौका नहीं मिले। പുതിയ ദൈവത്തിന്റെ വാചകയിൽ പറഞ്ഞാൽ പന്നിയും പട്ടിയും ആകരുത്. इसका मतलब वचन के अनुसार आप कभी सुअर या कुत्ते नहीं बनना। അർത്ഥം മനസ്സിലായല്ലോ? आप लोग समझ गए कि इसका मतलब क्या है? 2 പത്രോസ് 2 അവസാന വാക്യമാണ്. 2 पत्रोस 2 का आखिरी भाग में ये लिखा गया है। അപ്പോൾ നാം വിട്ടിട്ട് പോകുന്നതിനെ വീണ്ടും എടുക്കരുത്. हमने जिसको त्यागा है, छोड़ दिया है, उसे वापस लाने की कोशिश न करना कभी। രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് സ്തോത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്തവരുമായുള്ള അവിഹിത ബന്ധങ്ങൾ പാടില്ല. और जो हम चुने हुए लोग हैं, जो अनचुने हुए लोग हम इसके बीच में हम बचते हैं, उनमें से किसी व्यक्ति को या हम चयन नहीं करने चाहिए। അതിനുവേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നിലനിർത്തുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുവാൻ ദൈവം ഒരുക്കമായി. और जो चुने हुए लोग नहीं है, उसमें से अपने आप के लिए कोई बात को अपने जीवन में स्वीकारना नहीं है, और वैसा जीवन में बिताने का निर्णय बना दे तो परमेश्वर आपके लिए नया रास्ता जरूर बनाएगा। ഇന്ന് പകലും നമുക്ക് ലഭ്യമായ തിരഞ്ഞെടുപ്പിൽ അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. परमेश्वर ने हमारे जीवन में दिया हुआ चयन के लिए हम परमेश्वर को धन्यवाद दें। നമ്മുടെ തിരഞ്ഞെടുപ്പിനായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണോ? क्या हमें चुन दिया गया है?
क्या इसके लिए हम परमेश्वर के लिए धन्यवाद देने वाले लोग हैं? നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. अगर हमें चुन दिया गया है तो एक खास उद्देश्य से परमेश्वर ने हमारा चयन किया है ആ ഉദ്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം और ചെയ്യും. उस उद्देश्य के लिए परमेश्वर को धन्यवाद देने वाले लोग बन जाए. എന്റെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശികളാക്കിയ ദൈവത്തിന് സ്തോത്രം. हम और आपको परमेश्वर ने चुन लिया ताकि अब्राहम के आशीष को आप तक पहुंचा सके परमेश्वर. യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിശ്വാസത്താൽ നീതീകരിച്ച അനുഗ്രഹത്തിനായി സ്തോത്രം. यीशु मसीह के द्वारा इस पर विश्वास करने से हमें धर्मी ठहराया परमेश्वर को हम धन्यवाद देने वाले हैं. ഭൗതികമായതൊന്നും കിട്ടിയില്ലെങ്കിലും മറ്റൊന്നിനാലും ലഭ്യമാകാത്ത ദൈവത്തോടുള്ള നിരപ്പ് നമുക്ക് അങ്ങനെ ലഭിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. दुनिया भर में कोई भी धन दौलत नहीं मिले कभी परमेश्वर के साथ में हमारी संगत करनी, हम जो परमेश्वर के पैरी लोग थे परमेश्वर के साथ मिला दिया, हमें धर्मी ठहराया, इसके लिए हम धन्यवाद करने वाले लोग बन जाए. നിരന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്ത് തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. निरंतर हमारे चरित्र के लिए, हमारे आशीष की अवस्थाओं के लिए धन्यवाद देते हुए परमेश्वर में स्थिर रहे, परमेश्वर को आशीष